പാണക്കാട് ഖാസിമാരുടെ കീഴിലുള്ള മഹല്ലുകളെ സംഘടിപ്പിക്കുന്നത് വിഭാഗീയ നീക്കമാണെന്ന് ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് പരിപാടിയുടെ ഓഫീസ് സമസ്ത കാര്യാലയത്തിൽ തന്നെ തുറന്നത്. പരിപാടി സമസ്ത ഔദ്യോഗികമായി നടത്തുന്നതാണെന്ന സന്ദേശം നൽകൽ. സമസ്ത വൈസ് പ്രസിഡന്റ് MT അബ്ദുള്ള മുസ്ലിയാർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ആക്കിബത്ത് എല്ലാ കാര്യങ്ങളും ഇതെന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളുടെയും ആക്കിബത്ത് എന്ന് പറയില്ലേ, ആക്കിബത്ത് പറഞ്ഞാൽ അതിൻ്റെ അന്ത്യം, അവസാനം അത് അള്ളാഹു ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ അള്ളാഹു കബൂൽ ചെയ്ത് നടത്തി തരുമാറാവട്ടെ. വിഭാഗീയ നീക്കമല്ല, മറിച്ച് പാണക്കാടിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ. സോഷ്യൽ മീഡിയ ആക്റ്റീവായതിൻ്റെ സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ മഹലിലും അതുപോലെ തന്നെ സമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം പഴയ സാഹചര്യം പോലെയല്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ശരിക്കും തങ്ങൾക്ക് കൂടുതൽ സമയം ഉപയോഗിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ടീം അത് പഠിച്ച ശേഷം ഒരു റിപ്പോർട്ട് തങ്ങൾക്ക് കൊടുത്ത് ഒരു കുറഞ്ഞ സമയത്തെ വിചാരണയോടുകൂടി ആ പ്രശ്നം ക്ലോസ് ചെയ്യാൻ കഴിയും. അതേസമയം വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിനെത്തിയ സമസ്ത മുഷാവറ അംഗങ്ങളായ മൂസക്കുട്ടി ഹസ്രത്ത്, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഉമർ ഫൈസി മുക്കം തുടങ്ങിയവർ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളാണ് ഉദ്ഘാടനമെന്നാണ് അറിയിപ്പുണ്ടായിരുന്നതെങ്കിലും പങ്കെടുത്തില്ല. പാണക്കാട് സ്വാദിഖലി തങ്ങൾ അവസാന നിമിഷം എത്തില്ലെന്നറിയിച്ചു. എന്നാൽ സമസ്ത ഓഫീസിൽ നടന്ന പരിപാടിയിൽ MC മൈൻ ഹാജിക്ക് പുറമെ മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MA റസാഖ്, യൂത്ത് ലീഗ് നേതാവ് മൊയ്തീൻ കോയ തുടങ്ങിയവരുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.